നമസ്കാരം. ലോകരാജ്യങ്ങളെ ആകെ അമ്പരിപ്പിച്ച പ്രസ്താവനയാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നതാണ് റഷ്യയുടെ ആദ്യ ആരോപണമെങ്കിൽ, രണ്ടാമത്തേത് ഖാലിസ്ഥാൻ വിഘടനവാദിയായ ഗുർപന്ത് സിംഗിനെ വധിക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന അമേരിക്കൻ വാദത്തെ തള്ളിക്കളയുന്നതാണ്. രണ്ട് വിഷയത്തിലും അമേരിക്കയെ കടന്നാക്രമിക്കുന്ന ശക്തമായ നിലപാടാണ് പക്ഷേ ഇന്ത്യയുടെ എക്കാലത്തെയും ഉറ്റ സുഹൃത്തായ റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് ഏത് പാർട്ടിയായാലും ആ രാജ്യത്തോടുള്ള കൂറും അടുപ്പവും തുടരുമെന്നത് റഷ്യയുടെ പ്രഖ്യാപിത നയമാണ്. ഈ നിലപാടിൽ ഉറച്ചുനിന്ന് റഷ്യ പരസ്യമായി നടത്തിയ അഭിപ്രായ പ്രകടനം അമേരിക്കയെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. റഷ്യയുമായി ഏറെ അടുക്കാൻ ശ്രമിക്കുന്ന ചൈനയെയും അപ്രതീക്ഷിതമായ റഷ്യയുടെ ഈ നീക്കം അല്ലെങ്കിൽ ഒരു പുതിയ നീക്കം എന്ന് പറയപ്പെടുന്നത് ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം റഷ്യ പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ പോലും പറയാൻ മടിച്ച കാര്യം അത് പരസ്യമായി ഉന്നയിക്കുക വഴി പുതിയ പോർമുഖമാണ് റഷ്യ തുറന്നിരിക്കുന്നത് എന്ന് പറയാം. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യ ലംഘനമുണ്ടായെന്ന തരത്തിൽ അമേരിക്കൻ ഫെഡറൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതാണ് റഷ്യയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കടുത്ത പരാമർശം അമേരിക്കയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് അറിയാതെയാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അമേരിക്ക അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള മരിയ സഖറേവ ആരോപിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആയിരുന്നു ഇത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെ വിദേശകാര്യ വക്താവ് നടത്തിയത് എന്നുള്ളത് വളരെ ശ്രദ്ധേയവുമാണ്. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെയും ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെയും അസന്തുലിതമാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അമേരിക്കൻ നിലപാട് എന്നാണ് റഷ്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നതിന് തുല്യമാണ് എന്നാണ് റഷ്യ കുറ്റപ്പെടുത്തുന്നത് പോലും. അമേരിക്കൻ സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനെതിരെ ഇന്ത്യയും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചുവെങ്കിലും അമേരിക്കയെ റഷ്യ കടന്നാക്രമിച്ചതുപോലെ പ്രതികരിച്ചിരുന്നുമില്ല. അതുപോലെയാണ് ഈ ഖാലിസ്ഥാൻ വിഘടനവാദി ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കുവാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന അമേരിക്കയുടെ ആരോപണവും റഷ്യ തള്ളിക്കളയുകയാണ്. അമേരിക്ക പുലർത്തുന്ന നിയോ കൊളോണിയൽ മനസ്ഥിതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് റഷ്യ തുറന്നടിച്ചിരിക്കുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിതിയെ താളം തെറ്റിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലുള്ള കൈകടത്തൽ കൂടിയാണ് ഇത് എന്ന് റഷ്യ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കാൻ ഉതകുന്ന വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ നൽകുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നും റഷ്യ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കുവാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന വിശ്വസനീയമായിട്ടുള്ള തെളിവുകൾ, അത്തരത്തിലുള്ള തെളിവുകൾ അമേരിക്ക നൽകിയിട്ടില്ല എന്നാണ് തങ്ങൾക്ക് ലഭ്യമായ വിവരമെന്നാണ് പരസ്യ പ്രസ്താവനയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വരെ വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ്. അടിസ്ഥാനരഹിതവും ഊഹാപോഹങ്ങൾ നിഴലിക്കുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ അസ്വീകാര്യമാണ് എന്ന് തന്നെയാണ് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ പറയുന്നത്. ഇന്ത്യയുടെ വികസനത്തിൻ്റെ പൊതുവായിട്ടുള്ള സാംസ്കാരിക മനോഭാവത്തെയും ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തെയും കുറിച്ച് അമേരിക്കയ്ക്കുള്ള പരിമിതമായിട്ടുള്ള അറിവും ഇന്ത്യ എന്ന രാഷ്ട്രത്തോടുള്ള അവഹേളനവുമാണ് ഇത് പ്രകടമാക്കുന്നത് എന്ന് മരിയ സഖറോവ പറയുന്നുണ്ട്. മതസ്വാതന്ത്ര്യം ലംഘിക്കുന്നുവെന്നതുൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെയും മറ്റു പല രാഷ്ട്രങ്ങൾക്കെതിരെയും അമേരിക്ക നിരന്തരം ആരോപിക്കുന്നതാണ്. ഇത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിദ്ധാരണയുടെ പ്രതിഫലനമാണ് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, US പുലർത്തുന്ന നിയോ കൊളോണിയൽ മനസ്ഥിതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉയർന്നു വരുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭമായതിനാൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിതിയെ താളം തെറ്റിക്കുകയാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നാണ് റഷ്യ വരെ ആരോപിക്കുന്നത്. ഈ പന്നുവിനെ വധിക്കുവാൻ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യക്കും പങ്കുണ്ട് എന്ന് അമേരിക്കൻ ദിനപത്രമായിട്ടുള്ള വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരാഴ്ച മുമ്പാണ് അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെ വന്നത്. റിപ്പോർട്ട് അനാവശ്യവും വസ്തുതാരഹിതവുമാണ് എന്ന റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു.
ഭീകരവാദികൾ, സംഘടിത കുറ്റവാളികൾ തുടങ്ങിയവരടങ്ങിയ ശൃംഖലകളെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ കൈമാറിയ സുരക്ഷാ വിഷയങ്ങൾ ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ഉന്നതതല സ്ഥിതി അന്വേഷിച്ചു വരികയാണ് എന്നും അതിനാൽ ഊഹാപോഹത്തിൽ അധിഷ്ഠിതമായതും നിരുത്തരവാദപരവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ സഹായകരമാകില്ല എന്നുമാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഈ വിഷയത്തിലൊക്കെ റഷ്യ വളരെ കൃത്യമായി കടുപ്പിച്ചതോടുകൂടി ലോകം ചർച്ച ചെയ്യുന്ന ഗൗരവ വിഷയമായി അമേരിക്കൻ നിലപാട് ഇപ്പോൾ മാറിയിരിക്കുകയാണെന്നുള്ളത്. അമേരിക്കയുമായി വളരെ അടുപ്പത്തിൽ പോകുന്ന ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള സമീപനം മാറ്റുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. വീണ്ടും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നാൽ റഷ്യയുമായി കൂടുതൽ ശക്തമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇന്ത്യ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുതന്നെയാണ് നയതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി അഥവാ പ്രതിപക്ഷ സഖ്യമായുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പോലും റഷ്യയെ അവഗണിക്കാൻ അവർക്കും കഴിയില്ല. അമേരിക്ക പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിന്ന് അമേരിക്കൻ പടക്കപ്പലുകളെ തുരത്തിയ ചരിത്രമാണ് റഷ്യയുടെ പഴയ രൂപമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ ഉള്ളത് എന്നും മറന്നു പോകരുത്. അത് ചരിത്രഭാഗമാണ്. ഇന്ത്യൻ സൈനിക കരുത്തിലും റഷ്യയുടെ സംഭാവനകൾ നിർണായകമായിരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഓർമ്മയുള്ളത് കൊണ്ടാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക വിലക്കേർപ്പെടുത്തിയിട്ട് പോലും ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരാതെ പിടിച്ചു നിൽക്കുവാൻ ഇന്ത്യയുടെ ഈ നിലപാടും റഷ്യയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി മുന്നോട്ട് പോകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായാണ് റഷ്യ കാണുന്നത് എന്നുള്ളതാണ്. അവരുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണവും അതിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തഴയാനോ തടഞ്ഞു മാറ്റിവെക്കുവാനോ പറ്റുന്ന രാജ്യങ്ങളല്ല റഷ്യ എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ തെളിയിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള അയൽരാഷ്ട്ര ബന്ധങ്ങളടക്കമുള്ളവ, നയതന്ത്ര ബന്ധങ്ങളടക്കമുള്ളവയിൽ ഒരു പടി മുന്നിലാണ് അമേരിക്കയേക്കാൾ റഷ്യ എന്നുള്ള കാര്യത്തിലും സംശയമില്ല.